ഗായ്സ്, അപ്പൊ ഇന്നത്തെ നമ്മളുടെ വീഡിയോ വന്നിട്ട് എൻ്റെ കയ്യിൽ കുറച്ചധികം സാധനങ്ങളുണ്ട്. അപ്പൊ ഞാനും എൻ്റെ ഫ്രണ്ട്സും ഞങ്ങളെല്ലാവരും കൂടി വാങ്ങിച്ച കുറച്ച് സാധനങ്ങളാണ് കേട്ടോ അത്. അപ്പോൾ ഇത് അൺബോക്സ് ചെയ്യുന്ന വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ ആക്ച്വലി ഇന്ന് അൺബോക്സിങ് മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ പ്രോഡക്റ്റ് യൂസ് ചെയ്തിട്ട് അതിൻ്റെ റിവ്യൂവും കാര്യങ്ങളും ഒക്കെ ഞാൻ വേറെ വീഡിയോയിൽ പറയാം. സോ നമുക്ക് ആദ്യത്തെ പ്രോഡക്റ്റ് നോക്കാം. അപ്പോൾ നമ്മളുടെ ഫസ്റ്റ് പ്രോഡക്റ്റ് വന്നിട്ട് പ്ലംബിംഗ് സിറം ആണ് കേട്ടോ. അപ്പം ഇത് കുറേ റിവ്യൂസ് നമ്മളെ എല്ലാ യൂട്യൂബ് ചാനൽസും ഇടുന്ന കണ്ടിട്ടുണ്ട്. സോ ഇത് യൂസ് ചെയ്തിട്ട് എങ്ങനെയുണ്ട് എന്ന് ഞാൻ പറയാം. അപ്പോൾ നമ്മളെ ഫസ്റ്റ് പ്രോഡക്റ്റ് ഇതാണ്. അപ്പോൾ നമ്മൾ ഇനി സെക്കൻഡ് പ്രോഡക്റ്റിലേക്ക് പോവാം. നമ്മളുടെ സെക്കൻഡ് പ്രോഡക്റ്റ് എന്താണെന്ന് എനിക്കും അറിയില്ല കേട്ടോ. ഞാൻ തുറന്നു നോക്കാം. ഓക്കെ, ഇത് ഞാൻ ഓൾറെഡി യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് പ്ലമ്മിൻ്റെ ഹെയർ മാസ്ക് ആണ് കേട്ടോ. ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു മാസ്ക് ആണ്. സോ ഇതാണ് നമ്മുടെ സെക്കൻഡ് പ്രോഡക്റ്റ്. ഇത് ഞാൻ ഓൾറെഡി യൂസ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട സാധനമാണ്. ഇത് റീപർച്ചേസ് ആണേ. ദിസ് ഈസ് മൈ റീപർച്ചേസ്. ഓക്കെ, അത് ആണ് നമ്മളുടെ സെക്കൻഡ് പ്രോഡക്റ്റ്. ഇനി നമ്മളുടെ തേർഡ് പ്രോഡക്റ്റിലേക്ക് പോവാം. ഇനി നമ്മളുടെ തേർഡ് പ്രോഡക്റ്റ് വന്നിട്ട് നൈക്കയെന്നാണേ. അപ്പോൾ സോ നമുക്കിത് അൺബോക്സ് ചെയ്യാം. പ്രൊഡക്റ്റ് വന്നിട്ട് ഇപ്പം സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ഓവർ റേറ്റഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് ഡവിൻ്റെ ക്രഷ്ഡ് ആൽമണ്ട് ആൻഡ് മാംഗോ ബട്ടർ. ഭയങ്കര ഓവർ റേറ്റഡ് ആണ്. എല്ലാവരും അടിപൊളിയാണെന്നാണ് പറയുന്നത്. ഞാൻ സത്യം പറഞ്ഞാൽ ഡവിൻ്റെ ഒരു പ്രൊഡക്റ്റ് ഈ ബട്ടർ ഒന്നും യൂസ് ചെയ്തിട്ടില്ല. സോ ഫസ്റ്റ് ടൈം ആണ്. നല്ല മാങ്ങയുടെ മണമാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതും നമ്മൾ യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ റിവ്യൂ പറയാം കേട്ടോ. സോ ഇതാണ് എൻ്റെ ഫോർത്ത് പ്രോഡക്റ്റ്. ഇത് റിനി എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ അവരുടെ വെബ്സൈറ്റിൽ നിന്ന് തന്നെ കേട്ടോ നമ്മൾ വാങ്ങിച്ചതാണ്. ഫ്ലിപ്കാർട്ടിൽ നിന്നോ ആമസോണിൽ നിന്നൊന്നും അല്ല. എന്താണ് ഈ സംഭവം എന്ന് ചോദിച്ചാൽ നമ്മുടെ ഇൻസ്റ്റഗ്രാമിൽ ഭയങ്കര ട്രെൻഡിങ്, എല്ലാം ഭയങ്കര ട്രെൻഡിങ് ആണല്ലോ. ഞാൻ പറയുന്ന സാധനങ്ങളെല്ലാം ഭയങ്കര ട്രെൻഡിങ് ആണല്ലോ. ഓക്കെ, അവരുടെ പാക്കേജിങ് ഒന്നും അത്ര സൂപ്പറാണോ എന്ന് ചോദിച്ചാൽ സൂപ്പറല്ല. ഈ രണ്ട് പ്രൊഡക്റ്റാണ്. ഫസ്റ്റ് എന്ന് പറയുന്നത് അവരെ കാജലാണ്. ഇതാണ് അവരുടെ പ്രോഡക്റ്റ്. ഫസ്റ്റ് കാജല്, സെക്കൻഡ് അവരെ പെർഫ്യൂം. പെർഫ്യൂം ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാട്ടിൽ കുറച്ചുകൂടെ ചെറുതാണ് കേട്ടോ. ഞാൻ ജസ്റ്റ് എടുക്കാം. പെർഫ്യൂം തീരെ ചെറുതായിരിക്കും. ഇതിലും വലുതാണ് പ്രതീക്ഷിച്ചത്. ഗോഡ്, ഇറ്റ്സ് ടു സ്മോൾ. ഭയങ്കര ചെറുതാണ്. ഞാൻ ജസ്റ്റ് ഒന്നിപ്പം ട്രൈ ചെയ്യാം. ഇരിച്ച് കയറുന്നുണ്ട്. ഇപ്പം നമുക്ക് സ്മെല്ല് അറിയാൻ പറ്റില്ല. കുറച്ച് നേരം കഴിയുമ്പോഴായിരിക്കും സ്മെല്ല് അറിയാൻ പറ്റണം. അതിന് അവരെ മിഡ് നൈറ്റ് കാജൽ. ഇതാണ് കേട്ടോ സംഭവം, മിഡ് നൈറ്റ് കാജൽ. ഇതെനിക്ക് ഫ്ലിപ്കാർട്ടും ആമസോണിലും എത്രയാണെന്ന് എനിക്ക് അറിയില്ല. ഞാൻ അവരുടെ സൈറ്റിൽ നിന്ന് തന്നെ ഡയറക്റ്റ് ഓർഡർ ചെയ്തതാണ്. ഇതാണ് കേട്ടോ അവരുടെ കാജല്. നല്ലൊരു സ്റ്റീലാണോ ഇത്? നല്ലൊരു ഔട്ടർ കവറൊക്കെ ഉണ്ട്. പോയിന്റഡ് ആണ്. അത്യാവശ്യം നല്ല പോയിന്റഡ് ആണ്. സ്മെല്ല് വലിയ തരത്തിലുള്ള സ്മെല്ലൊന്നും ഇല്ല. ഭയങ്കര നാച്ചുറൽ ആണെന്നാണ് കേട്ടോ അവർ പറയുന്നത്. അതുപോലെ തന്നെ ഇത് എന്താണ് 24 hours ലോങ് ലാസ്റ്റിംഗ് ആണ്, വാട്ടർ പ്രൂഫ് ആണ്, അങ്ങനെയൊക്കെയാണ് കാണിക്കുന്നത്. നമുക്ക് എന്തായാലും ഇത് യൂസ് ചെയ്തിട്ട് ഇതെങ്ങനെയുണ്ടെന്ന് പറയാം. അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ ഒരു ഷാർപ്നർ കൂടെ കിട്ടും കേട്ടോ. അത് നല്ല കാര്യമാണ്. വേറെ കുറേ നമ്മൾ ഈ സ്വിസ് ബ്യൂട്ടിയുടെ ഒക്കെ ലിപ് ലൈനർ വാങ്ങിക്കുമ്പോൾ നമുക്കൊരു ഷാർപ്നർ കിട്ടത്തില്ല. നമ്മൾ വേറെ ഷാർപ്നർ സെപ്പറേറ്റ് വാങ്ങിക്കണം. സോ ഇത് അവർ തന്നെ ഷാർപ്നർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഇതാണ് നമ്മളുടെ നെക്സ്റ്റ് പ്രോഡക്റ്റ്. ഈസ് മൈ ഫൈനൽ പ്രോഡക്റ്റ്. ഇതെന്ന് പറഞ്ഞാൽ എനിക്ക് ഒരുപാട് നാളെ ഞാൻ ആഗ്രഹിച്ചിരുന്ന് വാങ്ങിച്ചൊരു പ്രൊഡക്റ്റാണ് കേട്ടോ. ഒരുപാട് നാളെന്ന് ഏകദേശം ഒരു 6 monthോളം ഞാനിങ്ങനെ വേണോ വേണ്ടേ എന്ന് ആഗ്രഹിച്ച് വാങ്ങിച്ചൊരു പ്രൊഡക്റ്റാണ്. എനിക്കത് ഓവർ റേറ്റഡ് ആണ് കുറച്ച്. ബട്ട് എനിക്കറിയില്ല ഇത് എത്രത്തോളം യൂസ്ഫുൾ ആയിരിക്കുമെന്ന്. നമ്മൾ ഇതിൻ്റെ റിവ്യൂ ഒക്കെ നമുക്ക് പിന്നെ പറയാം. ഇതാണ് സംഭവം. ഇത് ഫിലിപ്സിൻ്റെ നാച്ചുറലി സ്ട്രെയിറ്റ് ഹെയർ ഇൻ 5 minutes ആണ്.
തെർമോ പ്രൊട്ടക്ട് ടെക്നോളജി, കെരാറ്റിൻ ഇൻഫ്ലുവൻസ്ഡ് സെറാമിക് കോട്ടിംഗ്, 2 ടെമ്പറേച്ചർ സെറ്റിംഗ്, ട്രിപ്പിൾ ബ്രിസ്റ്റൽ ഡിസൈൻ, ലാർജ് പാഡിൽ ഷേപ്ഡ് ബ്രഷ് എന്നൊക്കെയാണ് കൊടുത്തേക്കുന്നത്. പാക്കേജിങ് കുഴപ്പമില്ല എന്നേ ഉള്ളൂ, അത്രയ്ക്ക് സേഫ് പാക്കേജിംഗ് ഒന്നും അല്ല. എൻ്റെ വാറൻറ്റി കാർഡൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അത് യൂസർ മാനുവലാണ്, വാറൻറ്റി കാർഡ് ഇല്ല, എൻ്റെ യൂസർ മാനുവലാണ്. സോ ഈ സാധനം ഞാൻ നാളെ തന്നെ യൂസ് ചെയ്യും കേട്ടോ. എങ്ങനെയാണെന്ന് അറിയണം എനിക്ക്. സോ അതേ 2 ടെമ്പറേച്ചറൊക്കെ ഉണ്ട്. ഓക്കെ, ഇത് ഞാൻ ഒരുപാട് നാൾ ആഗ്രഹിച്ച് വാങ്ങിച്ചതാണ് കേട്ടോ. അപ്പോൾ ഞാനിത് ഇത് യൂസ് ചെയ്തിട്ട് കറക്റ്റായിട്ടുള്ള റിവ്യൂ പറയുന്നതാണ്. ഞാൻ ഇതിൻ്റെ അല്ലാണ്ട് റിവ്യൂ ഒക്കെ നോക്കിയപ്പോൾ ഡെയിലി യൂസേജിന് ഓക്കെയാണ്, അങ്ങനെയുള്ള കുറച്ച് റിവ്യൂസാണ് പറഞ്ഞത്. നമുക്ക് എന്തായാലും ഇത് നോക്കിയിട്ട് കറക്റ്റ് റിവ്യൂ ഞാൻ അടുത്ത ഏതെങ്കിലും വീഡിയോയിൽ പറയുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ സാധനങ്ങൾ. അപ്പം ഇതിൻ്റെ റിവ്യൂവും കാര്യങ്ങളുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നതാണ്.